നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളുടെ കാര്യത്തിൽ എന്നും ആകുലപ്പെടുന്നവരാണ് നമ്മൾ അമ്മമാർ അല്ലേ? അവരുടെ പഠനത്തിലോ ജോലിയിലോ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടോ എങ്കിൽ സങ്കടപ്പെട്ടിരിക്കേണ്ടതില്ല. പുണ്യമാസമായിട്ടുള്ള ഈ വൈശാഖത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഐശ്വര്യം വർദ്ധിക്കാനും വളരെ ലളിതമായും എന്നാൽ ഫലപ്രദമായും അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് വഴിപാടുകളെന്നും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് അറിയാമല്ലോ, കുട്ടികളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഓർത്തിട്ടായിരിക്കും നമ്മുടെ അമ്മമാർക്ക് എപ്പോഴും വിഷമം. അപ്പോൾ ദോഷങ്ങളൊക്കെ അകറ്റാനായിട്ട് നമ്മൾ ഈ വൈശാഖ മാസത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നത് വഴി മക്കളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറുകയും ദോഷങ്ങൾ അകലുകയൊക്കെ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ മക്കളുടെ ഉയർച്ചയ്ക്ക്, കുട്ടികളുടെ സുരക്ഷിതമായിട്ടുള്ള ജീവിതത്തിനും അവരുടെ പഠനത്തിനും ജോലിയിലൊക്കെ പുരോഗതി ഉണ്ടാകാനും ഈ വഴിപാടുകളൊക്കെ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ അമ്മമാർക്ക് ചെയ്യാവുന്നതാണ്. വലിയ ചിലവൊന്നുമില്ലാതെ വീട്ടിലിരുന്നോ അടുത്തുള്ള ക്ഷേത്രത്തിലോ അമ്മമാർക്ക് ഇത് ഭക്തിയോടെ ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനും ഈ ഒരു വഴിപാട് നല്ലതാണ്. ലക്ഷ്മി സമേതനായി ഭൂമിയിൽ വസിക്കുന്ന ഭഗവാൻ ഭക്തരുടെ ആഗ്രഹങ്ങൾ നടത്തി തരുമെന്നാണ് വിശ്വാസം. അപ്പോൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ദിവസങ്ങൾ വൈശാഖ മാസത്തിലെ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഈ വഴിപാടുകൾ പ്രധാനമായിട്ടും ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് നേദ്യങ്ങളാണ്. അതായത് അവിൽ, മലർ, കദളിപ്പഴം, ശർക്കര, കൽക്കണ്ടം, മുന്തിരി എന്നിവ ഭഗവാന് സമർപ്പിക്കുന്നത് മക്കളുടെ തടസ്സങ്ങൾ മാറാൻ, ഏത് രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് ഉത്തമമാണ് കേട്ടോ. പിന്നെ നാമജപം, അത് ഏറ്റവും നല്ലതാണ്. മക്കൾക്ക് വേണ്ടി അമ്മമാർ 1008 108 തവണയോ നാരായണ നാമമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കുന്നത് വലിയ ഫലം നൽകും. മക്കളുടെ ശോഭനമായിട്ടുള്ള ഭാവിക്ക് ഈ വൈശാഖ മാസം അമ്മമാർ പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വൈശാഖ മാസത്തിലെ പുണ്യം ലഭിക്കുന്നതിനായിട്ട് പ്രധാനമായിട്ടും വൈഷ്ണവ ക്ഷേത്രങ്ങളിലാണ് മഹാവിഷ്ണുവിൻ്റെയോ അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളുടെ ക്ഷേത്രങ്ങളുണ്ടാവുമല്ലോ, ദർശനം നടത്തുന്നതൊക്കെ നല്ലതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങൾ ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, വൈശാഖ മാസത്തിൽ ഗുരുവായൂരപ്പനെ ദർശിക്കുന്നത് അതിൽ പരം പുണ്യം വേറെ ഒന്നുമില്ല കേട്ടോ. പറ്റുന്നവർ പോകാൻ ശ്രമിക്കുക. അതുപോലെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തുള്ള ഈ ക്ഷേത്രത്തിലെ ദർശനവും വഴിപാടുകളൊക്കെ ഈ മാസത്തിൽ വളരെ വിശേഷപ്പെട്ടതാണ്. മറ്റ് അവതാര ക്ഷേത്രങ്ങൾ, നരസിംഹസ്വാമി ക്ഷേത്രം, ശ്രീരാമൻ്റെ ക്ഷേത്രം, വൈഷ്ണവ അവതാരങ്ങൾ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് നല്ലതാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾക്ക് വലിയ ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിലോ ഞാൻ ആദ്യം പറഞ്ഞ ക്ഷേത്രങ്ങളിലോ 30 ദിവസം പോയിട്ട് തൊഴുതുന്നത് വഴി ഈ വലിയൊരു പുണ്യം ലഭിക്കും കേട്ടോ. ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും വലിയ വഴിപാടായിട്ട് കണക്കാക്കപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഒരു രീതിയിലുള്ള വഴിപാട് ചെയ്തില്ലെങ്കിലും പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ഭഗവാനെ പോയി തൊഴുതെന്നും പ്രാർത്ഥിക്കുന്നതൊക്കെ അത്രയേറെ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് രീതിയിലുള്ള തടസ്സങ്ങൾ മാറാനായിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ മക്കളുടെ പഠനത്തിലോ ജോലിയിലോ ഉള്ള തടസ്സങ്ങൾ നീങ്ങുകയും ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും കേട്ടോ. അതുപോലെ മക്കളുടെ സുരക്ഷയ്ക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വഴിപാടുകളിലൂടെ മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് സാധിക്കും. മാധവമാസം പുണ്യമാസം എന്ന് പറയുന്ന പോലെ വൈശാഖ മാസം ഭഗവാൻ ലക്ഷ്മി സമേതനായിട്ട് ഭൂമിയിൽ വസിക്കുന്ന സമയമായതിനാൽ ഈ ദിവസങ്ങളിൽ ആരാധനയ്ക്ക് അതീവ പുണ്യമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാനും മുടങ്ങിപ്പോയ വീട് പണികൾ പൂർത്തിയാക്കാനും ഈ മാസത്തിലെ വഴിപാടുകളൊക്കെ സഹായിക്കും. അപ്പോൾ നമുക്ക് പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളാണ് കേട്ടോ. ഈ മാസം ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യാൻ നോക്കുക. നേദ്യങ്ങളാണ് ആദ്യം വേണ്ടത്. അതായത് വൈശാഖ മാസത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഭഗവാന് അവൽ, മലർ, കദളിപ്പഴം, ശർക്കര, കൽക്കണ്ടം, മുന്തിരി എന്നിവ സമർപ്പിക്കുന്നത് മക്കളുടെ ഉയർച്ചയ്ക്ക് ഉത്തമമാണ്. അതുപോലെ മാമ്പഴം നേദിക്കൽ, മാമ്പഴവും പഞ്ചസാരയും കദളിപ്പഴവും ചേർത്ത് ഭഗവാനെ നിവേദിച്ചാൽ മുടങ്ങിപ്പോയ വീടുപണികളും പൂർത്തിയാക്കാനും സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാനും സഹായിക്കും. അതുപോലെ ക്ഷേത്ര സമർപ്പണങ്ങളുണ്ട്. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട തുളസിമാല, കദളിപ്പഴം, പാൽപ്പായസം, വെണ്ണ എന്നിവ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് സമർപ്പിക്കാൻ നോക്കുക. അതായത് പറ്റുന്ന ദിവസങ്ങൾ പോകുന്ന സമയത്ത് ഭഗവാന് ഇത് സമർപ്പിക്കാൻ നോക്കുക കേട്ടോ. വെണ്ണ നിവേദ്യം മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ബുദ്ധിശക്തിക്കൊക്കെ ഉണ്ണിക്കണ്ണിന് വെണ്ണ നിവേദ്യം നൽകുന്നത് വളരെ വിശേഷമാണ്. പ്രത്യേകിച്ചും വൈശാഖത്തിലെ ബുധനാഴ്ചകളിൽ ഇത് ചെയ്യുന്നത് മക്കളുടെ പഠനത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും. അതുപോലെ പാൽപ്പായസം കഴിക്കുന്ന സമയത്ത് മക്കളുടെ ജന്മനക്ഷത്ര ദിവസം വൈശാഖ മാസത്തിൽ വരുന്നുണ്ടെങ്കിൽ അന്ന് ഭഗവാന് ഉറപ്പായിട്ട് നിങ്ങൾ പാൽപ്പായസം നിവേദിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കാൻ നല്ലതാണ്.
മക്കളുടെ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ഒരവസ്ഥയോ പരീക്ഷാ പേടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വൈശാഖ പുണ്യകാലത്ത് ഒരു വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തുന്നതൊക്കെ തെളിയിക്കും. പിന്നെ ഇതിന് ദീപം തെളിയിക്കലാണ്. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ നമ്മുടെ വീട്ടിലെ നിലവിളക്കിന് മുന്നിൽ ഇരുന്നു കൊണ്ട് മക്കളുടെ പേര് ചൊല്ലി വിഷ്ണു സഹസ്രനാമമോ അല്ലെങ്കിൽ ഓം നമോ നാരായണ എന്ന മന്ത്രമോ ഒക്കെ ജപിക്കാം. അതുപോലെ ദീപസമർപ്പണം. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒരു എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ സമർപ്പിക്കുന്നത് അതീവ പുണ്യകരമാണ്. ഏതമ്പലത്തിലാണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വൈഷ്ണവ ക്ഷേത്രങ്ങൾ, ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, അവിടെയൊക്കെ പോകാം. ഇല്ലെങ്കിൽ ഈ വൈശാഖ മാസത്തിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പോവാം കേട്ടോ. നരസിംഹസ്വാമി ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രമൊക്കെ ശ്രീരാമ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതും നല്ലതാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്രയേറെ പുണ്യമാണ് കേട്ടോ. സമീപത്തെ ക്ഷേത്രങ്ങൾ, വലിയ ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഈ ദിവസങ്ങൾ, ഈ വൈശാഖ മാസം തീരുന്നതിന് മുന്നേ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ തന്നെ പോയി പ്രാർത്ഥിച്ചാലും മതി. അതല്ല, നിങ്ങൾക്ക് ഈ വൈശാഖ മാസത്തിൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ നിലവിളക്കിന് മുന്നിലിരുന്ന് മക്കളുടെ പേരും നക്ഷത്രവും ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. വൈശാഖ മാസത്തിൽ മക്കൾക്ക് ഒരു നേരം പച്ചക്കറി ഭക്ഷണം നൽകുകയും നല്ലതാണ് കേട്ടോ. അത് അവരുടെ ബുദ്ധിശക്തി വളരാനായിട്ടൊക്കെ നല്ലതാണ്. മക്കൾക്കായിട്ട് നാം നടത്തുന്ന ഈ സമർപ്പണങ്ങൾ ഭഗവാൻ കൈവിടില്ല. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വഴിപാടുകളൊക്കെ നടത്തുന്നതിനോടൊപ്പം തന്നെ വൈശാഖ മാസത്തിൽ മക്കൾക്ക് ഒരു നേരം സസ്യാഹാരം നൽകുമെന്ന് പറഞ്ഞല്ലോ. അവരെ കൊണ്ടൊരു പാവപ്പെട്ടവർക്ക് ചെറിയ രീതിയിലുള്ള ദാനധർമ്മങ്ങൾ, അതായത് ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുന്നത് പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവരുടെ വ്യക്തിത്വം വളർച്ചയ്ക്കൊക്കെ പുണ്യത്തിനൊക്കെ കാരണമാകും കേട്ടോ. മക്കളുടെ നന്മയ്ക്കായിട്ട് നമ്മൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും ഭഗവാൻ കേൾക്കാതിരിക്കില്ല. ഈ വൈശാഖ കാലം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മക്കളുടെ ഭാവി നല്ല രീതിയിൽ വരാനും അവർക്ക് ആയുരാരോഗ്യ സൗഖ്യമൊക്കെ ഉണ്ടാകാനൊക്കെ ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കാറുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിനും ഗുരുവായൂരപ്പനും ഏറ്റവും പ്രിയപ്പെട്ട ഈ വൈശാഖ മാസത്തിൽ മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മുടങ്ങാതെ ചെയ്യാൻ നോക്കുക. പറ്റുന്ന രീതിയിൽ വഴിപാടുകൾ ചെയ്യാൻ നോക്കുക. പറ്റുന്ന സമയത്ത് അമ്പലത്തിൽ ഒന്ന് പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഒന്നും സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നിട്ടാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വൈശാഖ മാസത്തിൽ പറ്റുന്ന രീതിയിൽ നിങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വഴിപാടുകളൊക്കെ ചെയ്യുക, പ്രാർത്ഥിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാതിരിക്കും. നന്ദി, നമസ്കാരം.